ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ് അർജന്റീനയുടെയും അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെയും മുന്നേറ്റ നിര താരമായ ജൂലിയൻ അൽവാരസ്. കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് ഈ സീസണിൽ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് എത്തിയതിനു ശേഷം മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയിൽ തനിക്ക് അധികം പ്ലെയിൻ ടൈം കിട്ടുന്നില്ല എന്നും അതുകൊണ്ട് തന്നെയാണ് താൻ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് മാറുന്നതെന്നും ജൂലിയൻ അൽവാരസ് അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ അദ്ദേഹം അന്ന് പറഞ്ഞതിനെ കൃത്യമായി ശരിവെക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അത്ലറ്റിക്കോ മാഡ്രിഡിലെ പ്രകടനങ്ങൾ. അൽവാരസ് കളിച്ച അവസാന 3 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുകളും 2 അസിസ്റ്റുമാണ് ജൂലിയൻ അൽവാരസ് നേടാൻ സാധിച്ചത്. റോയ് വല്ലക്കാനയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഹാട്രിക് നേടിയെടുക്കാൻ ജൂലിയൻ അൽവാരസിന് സാധിച്ചു. കഴിഞ്ഞ ദിവസം സ്പാനിഷ് മെമ്പർമാരായ റിയൽ മാഡ്രിഡിനെ 5-2 പരാജയപ്പെടുത്തിയപ്പോൾ 2 ഗോളുകളാണ് ജൂലിയൻ അൽവാരസ് നേടിയെടുത്തത്. അതിലൊരു ഗോൾ ഫ്രീ കിക്കിൽ നിന്നായിരുന്നു ജൂലിയൻ അൽവാരസ് കണ്ടെത്തിയത്. ഇപ്പോഴത്തെ അവസാനമായി നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരമായ ഫ്രാങ്ക്ഫർട്ടിനെതിരെയുള്ള മത്സരത്തിൽ 1 ഗോളും 2 അസിസ്റ്റും നേടിയെടുക്കാൻ ജൂലിയൻ അൽവാരസിന് സാധിച്ചിരിക്കുന്നു. വരാൻ പോകുന്ന വേൾഡ് കപ്പിൽ അർജന്റീനയുടെ വജ്രായുധമായിരിക്കും ജൂലിയൻ അൽവാരസ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും മികച്ച പ്രകടനവുമായി മുന്നോട്ട് പോകുന്ന ജൂലിയൻ അൽവാരസ് അടുത്ത വേൾഡ് കപ്പിലെ താരമായി മാറാൻ സാധ്യതയുണ്ടെന്നും ഫുട്ബോൾ ലോകം കരുതുന്നു.